ക്യൂട്ടി ഫോർ ബിസിനസ് എന്ന സബ്ജക്റ്റിലെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള ഭാഗമാണ് നമ്മളിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും പൂർണ്ണമായിട്ട് കാണുക. പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും എജു പാർട്ട്ണർ എന്ന യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. വാട്ട് ഈസ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ? എന്താണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. ആ പേരിൽ തന്നെ പറയുന്നുണ്ട് ബൈനോമിയൽ എന്ന് വെച്ചാൽ ബൈ എന്ന് വെച്ചാൽ എന്താണ്, രണ്ട് എന്നുള്ളതാണ് മീനിങ്. അതായത് രണ്ട് ഔട്ട്കം മാത്രം ലഭിക്കുന്ന പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെയാണ് നമുക്ക് എന്തെന്ന് പറയാൻ സാധിക്കുക, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാനായിട്ട് സാധിക്കുക. അതായത് ഇവിടെ നമുക്ക് ലഭിക്കുന്ന പ്രോബബിലിറ്റി എന്ന് പറയുന്നത് രണ്ട് ഔട്ട്കം അല്ലെങ്കിൽ രണ്ട് റിസൾട്ട് മാത്രമായിരിക്കും. ഒന്ന് സക്സസ് എന്നാണ് ഒരു റിസൾട്ടിനെ പറയാം, മറ്റൊരു റിസൾട്ടിനെ നമ്മൾ ഫെയിലിയർ എന്ന് പറയും. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ ആ കോയിന് നമുക്ക് ലഭിക്കാവുന്ന സാധ്യത എന്ന് പറയുന്നത് ഒന്നുകിൽ ഹെഡ് ലഭിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ എന്താണ്, ടൈൽ ലഭിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഔട്ട്കം രണ്ടെണ്ണം മാത്രമാണെങ്കിൽ അങ്ങനെയുള്ള ആ ഡിസ്ട്രിബ്യൂഷനെയാണ് നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്, പ്രോബബിലിറ്റി ഓഫ് സക്സസ് ഇൻ എക്സ്പെരിമെൻറ്റ് ഓൺ വിച്ച് ദർ ആർ ഓൺലി ടു മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഔട്ട്കം. ഇവിടെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള രണ്ട് ഔട്ട്കം ഉള്ള ആ പ്രോബബിലിറ്റി അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് സക്സസ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ലഭിക്കുന്ന ഔട്ട്കം അല്ലെങ്കിൽ റിസൾട്ട് എന്ന് പറയുമ്പോൾ എത്ര എണ്ണം മാത്രമേ ഉള്ളൂ, രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്നാമത്തെ റിസൾട്ടിനെയാണ് നമ്മൾ സക്സസ് എന്ന് പറയുക, രണ്ടാമത്തെ റിസൾട്ടിനെ നമ്മൾ ഫെയിലിയർ എന്ന് പറയും. എന്ന് വെച്ചാൽ നമ്മുടെ പഠനം എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണോ അല്ലെങ്കിൽ നമുക്ക് എന്താണോ വേണ്ടത് അതിനെ സക്സസ് എന്ന് പറയാം, അല്ലെങ്കിൽ മറ്റേതിനെ നമുക്ക് എന്ന് പറയാം, ഫെയിലിയർ എന്ന് പറയാം. ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കേണ്ടത് ഹെഡാണെങ്കിൽ അതാണ് നമ്മുടെ സക്സസ്. അപ്പോൾ ഹെഡ് ലഭിക്കാനുള്ള സാധ്യതയാണ് നമ്മൾ സക്സസ് എന്ന് പറയാം. ഇനി ടൈലാണ് ലഭിച്ചതെങ്കിൽ അപ്പോൾ നമുക്ക് ലഭിക്കേണ്ടാത്തതാണ് നമുക്ക് ലഭിച്ചത്, അപ്പോൾ അതിനെ നമ്മൾ എന്തെന്ന് പറയും, ഫെയിലിയർ എന്ന് പറയും. അതേപോലെ തന്നെ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയണം അവർ ഉൽപ്പാദിപ്പിച്ചതിൽ എത്രത്തോളം ഡിഫക്റ്റീവ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഡിഫക്റ്റീവ് സംഭവിക്കാനുള്ള സാധ്യതയാണ് അവരുടെ സക്സസ്. അതേപോലെ തന്നെ നല്ലതാണെങ്കിൽ അതാണ് അവരുടെ എന്തെന്ന് പറയാൻ സാധിക്കുക, ഫെയിലിയർ എന്ന് പറയാനായിട്ട് സാധിക്കുക. അപ്പോൾ ലഭിക്കാവുന്ന ഔട്ട്കം രണ്ടെണ്ണം മാത്രമാണെങ്കിൽ അതിനെയാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാനായിട്ട് സാധിക്കുക. നമുക്കിതിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ നോക്കാം. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ഫോളോസ്. എ റാൻഡം വേരിയബിൾ സേ ആർ ഈസ് സെഡ് ടു ഫോളോ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റേഴ്സ് എൻ ആൻഡ് പി. അതായത് നമ്മുടെ ഇക്വേഷനിൽ വരുന്ന മൂന്ന് പദങ്ങളാണ് ആറും എന്നും പിയും. അതെന്ത് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇഫ് ഇറ്റ്സ് പ്രോബബിലിറ്റി ഫംഗ്ഷൻ ഈസ്, അല്ലെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് പി ഓഫ് ആർ ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ആർ ഇസ് ഈക്വൽ ടു എൻ സി ആർ ഇൻറ്റു പി റൈസ് ടു ആർ ഇൻറ്റു ക്യൂ റൈസ് ടു എൻ മൈനസ് ആർ. നേരെയല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് എൻ സി ആർ ഇൻറ്റു പി റൈസ് ടു ആർ ഇൻറ്റു ക്യൂ റൈസ് ടു എൻ മൈനസ് ആർ, വേർ പി ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് സക്സസ് ഇൻ എ സിംഗിൾ ട്രയൽ. പി എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യമാണ്, അല്ലെങ്കിൽ നമുക്ക് ലഭിക്കേണ്ട കാര്യമാണ്, സക്സസിനെയാണ് സൂചിപ്പിക്കുന്നത്. ക്യൂ എന്ന് പറയുന്നത് 1 - പി എന്ന് വെച്ചാൽ ഫെയിലിയർ ആണ്. ക്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സക്സസ് അല്ലെങ്കിൽ ഫെയിലിയർ, രണ്ട് ഔട്ട്കേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ക്യൂ എന്താണ്, ഫെയിലിയർ ആയിരിക്കും. എന്ന് വെച്ചാൽ ഹെഡാണ് നമുക്ക് ലഭിക്കേണ്ടതെങ്കിൽ നമ്മുടെ സക്സസ് ഹെഡ് ലഭിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ക്യൂ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഹെഡ് ലഭിക്കാതിരിക്കുക. എന്ന് വെച്ചാൽ രണ്ടാമത്തെ ഔട്ട്കം എന്താണോ അതിനെയാണ് നമുക്ക് എന്തെന്ന് പറയാൻ സാധിക്കുക, ക്യൂ എന്ന് പറയാം. എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ട്രയൽ, നമ്മൾ എത്ര വട്ടം നമ്മൾ ട്രയൽ ചെയ്തിട്ടുണ്ടോ, ശ്രമിച്ചിട്ടുണ്ടോ, അതിനാണ് എൻ എന്ന് പറയാം. ആർ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് സക്സസ് ഇൻ എൻ ട്രയൽ. ഇനി നമ്മൾ എത്ര തവണ നമ്മൾ ശ്രമിച്ചോ അതിൽ നമുക്ക് ലഭിച്ച സക്സസിൻ്റെ എണ്ണം എത്രയാണോ അതിനെയാണ് നമുക്ക് എന്ത് സൂചിപ്പിക്കുക, ആർ എന്ന് പറയാം. അപ്പോൾ എൻ സി ആർ ഇൻറ്റു പി റൈസ് ടു ആർ ഇൻറ്റു ക്യൂ റൈസ് ടു എൻ മൈനസ് ആർ. പി അറിയണം, ക്യൂ അറിയണം, എൻ അറിയണം, ആർ അറിയണം. ഓക്കെ. അടുത്തതായി പ്രോപ്പർട്ടീസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ പ്രോബ്ലം ചെയ്യാനൊക്കെ ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ഇറ്റ് ഈസ് എ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. എന്ന് വെച്ചാൽ ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. എന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് ലഭിക്കുന്ന ഔട്ട്കം അല്ലെങ്കിൽ വാല്യൂസ് എന്താണ്,
കൗണ്ടബിൾ ആണ്, നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇതിന് എന്തെന്ന് പറയാം, ഡിസ്ക്രീറ്റ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് പറയാം. രണ്ടാമത്തെ പോയിന്റ്, മീൻ ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എൻ പി. മീൻ ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു പി. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ്, മറന്നു പോകരുത്. മീൻ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ട്രയൽസ് ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് സക്സസ്. അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു റൂട്ട് എൻ പി ക്യു. റൂട്ട് എൻ പി ക്യു. അപ്പോൾ അതിനെ വെച്ചുകൊണ്ട് നമുക്ക് ഒരു കാര്യം കൂടി മനസ്സിലാക്കാം, വേരിയൻസ് ഈസ് ഈക്വൽ ടു എൻ പി ക്യു. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ ആണ് എന്തെന്ന് പറയാൻ സാധിക്കുക, ഈ വേരിയൻസ്, അത് എൻ പി ക്യു ആണ്. എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റൂട്ട് എൻ പി ക്യു ഇൻറ്റു റൂട്ട് എൻ പി ക്യു എന്ന് പറയുമ്പോൾ റൂട്ട് ഒഴിവാകും. അപ്പോൾ എൻ പി ക്യു ആയിരിക്കും എന്തെന്ന് പറയാൻ സാധിക്കുക, വേരിയൻസ്. അത് നമ്മൾ അറിയണം, മീൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വേരിയൻസ്. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. The probability that Sachin Tendulkar scores a century in a cricket match is 1/3. What is the probability that out of 5 match he may score century in exactly 2 match, no match, at least 2 match, at the most 2 match? എന്ന് വെച്ചാൽ സച്ചിൻ ടെണ്ടുൽക്കർ ഒരു കളിയിൽ സെഞ്ചുറി അടിക്കാനുള്ള സാധ്യത 1/3 ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ സക്സസ് 1/3. അപ്പോൾ സെഞ്ചുറി അടിക്കാതിരിക്കാനുള്ള ചാൻസ് എത്രയായിരിക്കും? ടോട്ടൽ പ്രോബിലിറ്റി എന്ന് പറയുമ്പോൾ 1 അപ്പോൾ 1/3 എന്ന് പറയുമ്പോൾ 1/3 ഭാഗം. അപ്പോൾ 2/3 ഭാഗമാണ് സെഞ്ചുറി അടിക്കാതിരിക്കാനുള്ള ചാൻസ്. അപ്പോൾ നമുക്ക് പിയും കിട്ടി, ക്യൂവും കിട്ടി. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഔട്ട് ഓഫ് 5 മാച്ച് ഹി മേ സ്കോർ സെഞ്ചുറി ഇൻ എക്സാക്ട്ലി 2 മാച്ച്. 2 കളിയിൽ സെഞ്ചുറി അടിക്കാനുള്ള ചാൻസ്. നോ മാച്ച്, ഒരു കളികളിലും സെഞ്ചുറി അടിക്കാനുള്ള ചാൻസ്. അതേപോലെ തന്നെ അറ്റ്ലീസ്റ്റ് 2 മാച്ച്, 2 കളികളിലെങ്കിലും സെഞ്ചുറി അടിക്കാനുള്ള ചാൻസ്. അറ്റ് ദ മോസ്റ്റ്, പരമാവധി 2 കളികളിൽ സെഞ്ചുറി അടിക്കാനുള്ള ചാൻസ്. ഇതാണ് ചോദ്യം. ഓക്കെ, നമുക്ക് ആൻസറിലോട്ട് കിടക്കാം. ഇവിടെ എൻ എന്ന് പറയുന്നത് 5 ആണ്, 5 കളിയാണ്. അതേപോലെ തന്നെ പി ഇസ് ഈക്വൽ ടു 1/3, കാരണം സെഞ്ചുറി അടിക്കാനുള്ള ചാൻസ് 1/3 ആണ്. ക്യൂ ഇസ് ഈക്വൽ ടു സെഞ്ചുറി അടിക്കാതിരിക്കാനുള്ള ചാൻസ്. ടോട്ടൽ പ്രോബിലിറ്റി 1 ആണെങ്കിൽ അതിൽ സെഞ്ചുറി അടിക്കാനുള്ള ചാൻസ് 1/3. അപ്പോൾ സെഞ്ചുറി അടിക്കാതിരിക്കാനുള്ള ചാൻസ് 1 - 1/3. അത്ര ഉണ്ടാവും, 2/3. ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. പ്രോബിലിറ്റി ഓഫ് എക്സാക്ട്ലി 2 സെഞ്ചുറി, 2 സെഞ്ചുറി അടിക്കാനുള്ള ചാൻസ്. എക്സാക്ട്ലി എന്ന് വെച്ചാൽ കൃത്യമായിട്ട് 2 സെഞ്ചുറി അടിക്കാനുള്ള ചാൻസ്. എന്ന് വെച്ചാൽ ആർ ഇസ് ഈക്വൽ ടു 2 എന്ന് നോക്കിയാൽ മതി. നമുക്ക് ഇക്വേഷൻ കൊടുത്താൽ മതി. നമുക്കറിയാം NCR ഇൻറ്റു P⁻R ഇൻറ്റു Q⁻n−R. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 5C2 ഇൻറ്റു 1/3 R എന്ന് പറയുന്നത് 2 ആണ്. Q എന്ന് പറയുമ്പോൾ 2/3 ആണ്. 2/3 5 - 2, N 5 ആണ്, R 2 ആണ്. 5C2 എന്ന് പറയുമ്പോൾ 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 5 - 2 ഫാക്ടോറിയൽ ഇൻറ്റു R ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ 2 ഫാക്ടോറിയൽ ഇൻറ്റു 1/3 സ്ക്വയർ എന്ന് വെച്ചാൽ 3 × 3, 2⁻³ ഡിവൈഡഡ് ബൈ 3⁻3. ഇനി നമുക്ക് സോൾവ് ചെയ്യണം. 5 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 1 × 2 × 3 × 4 × 5 ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ 5 - 2, 1 × 2 × 3, 2 ഫാക്ടോറിയൽ ഇൻറ്റു 1 × 2 ഇൻറ്റു 1 ഇൻറ്റു 2 × 2 × 2. 2 ക്യൂബ് എന്ന് പറയുമ്പോൾ 2നെ 3 ഇട്ട് ഗുണിക്കണം. അതേപോലെ തന്നെ 3 ക്യൂബ് 3നെ 3 ഇട്ട് ഗുണിക്കണം. 3 ക്യൂബ് അല്ല, 3⁵5 ആണ്. അപ്പോൾ 5 വട്ടം ഗുണിച്ചു. ഇനി എന്ത് ചെയ്യണം? നമുക്കതിനെ വെട്ടിക്കളയാം. 1 മുതൽ 3 വരെ രണ്ടിലും വെട്ടിക്കളഞ്ഞു. അവിടെ എന്തുണ്ട്? 20 ഉണ്ട്. 4 × 5 ഡിവൈഡ് ബൈ 2. അതേപോലെ തന്നെ ഇവിടെ 2 × 2 × 2 എന്ന് പറയുമ്പോൾ 8 ഡിവൈഡ് ബൈ 243. 3⁵5 എന്ന് പറയുമ്പോൾ 243 ആണ്. അപ്പോൾ 20/10 എന്ന് പറയുമ്പോൾ 10 ഇൻറ്റു 0.032, 8/243 എന്ന് പറയുമ്പോൾ അതാണ്. അപ്പോൾ ആൻസർ എത്ര ഇട്ടാ? 0.32. അടുത്ത രണ്ടാമത്തത് നോ മാച്ചാണ്. അതിൻ്റെ അർത്ഥം ഒരു കളിയിലും സെഞ്ചുറി അടിക്കാതിരിക്കാനുള്ള ചാൻസാണ്. എന്ന് വെച്ചാൽ R = 0 ആണ്. R = അവിടെ നമ്പർ ഓഫ് സക്സസ് അല്ലെങ്കിൽ നമ്മുടെ ഔട്ട്കം ഫേവറബിൾ കണ്ടീഷൻ എത്രയായിരുന്നു? 0 ആണ്. അങ്ങനെയാണെങ്കിൽ
ഇക്വേഷൻ നമുക്കറിയാം NCR ഇൻറ്റു P⁻R ഇൻറ്റു Q⁻n−R. ഞാനത് ആവർത്തിക്കണില്ല, ഞാൻ ഡയറക്റ്റായിട്ട് ഫിഗർ ഇടുക. N 5 NCR ഇവിടെ 0 ആണ്, 6 NCR ഇൻറ്റു P 1/3 ആയിരുന്നു, 1/3 ഇൻറ്റു 2/3 2/3 ആണ്, 2/3 n-R 5 മൈനസ് 0 എന്ന് വെച്ചാൽ 5. 50 എന്ന് വെച്ചാൽ 5C0 എന്ന് വെച്ചാൽ NC0 എന്ന് വെച്ചാൽ അതിൻ്റെ വാല്യൂ എപ്പോഴും 1 ആയിരിക്കും. NC0 അതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. അതേപോലെ തന്നെ ഏതൊരു സംഖ്യയുടെയും റേസ് ടു 0 ആണെങ്കിൽ അതിൻ്റെയും വാല്യൂ എത്ര തന്നെയായിരിക്കും? 1 തന്നെയായിരിക്കും. ഇൻറ്റു 2/5 ഡിവൈഡഡ് ബൈ 3/5 രണ്ടിനും നമ്മൾ കൊടുക്കണം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 1 അതേപോലെ തന്നെ എടുത്ത് 1 × 1 1 തന്നെയാണ്. ഇൻറ്റു 2/5 എന്ന് വെച്ചാൽ 2നെ 5 വട്ടം ഗുണിക്കണം. അപ്പോൾ 2 × 2 4, 4 × 2 8, 8 × 2 16, 16 × 2 എത്രയായിരിക്കും? 32 അല്ലേ? 32 ഡിവൈഡഡ് ബൈ 3 × 5 3ന് 5 വട്ടം എന്ത് ചെയ്യണം? ഗുണിക്കണം. അപ്പോൾ 3 × 3 × 3 × 3 × 3 എന്ന് വെച്ചാൽ നമുക്ക് നോക്കുക. 3 × 3 9, 9 × 3 27, 27 × 3 81, 81 × 3 243. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുക 32 ഡിവൈഡഡ് ബൈ 243 എന്ന് പറയുമ്പോൾ ചെയ്ത് നോക്കണം 0.13 ആയിരിക്കും നമുക്ക് ലഭിക്കുന്ന ആൻസർ. ഓക്കെ, ഇനി അതേപോലെ തന്നെ അടുത്ത ചോദ്യം സി എന്ന് പറയുന്നത് എന്തായിരുന്നു? അറ്റ്ലീസ്റ്റ് 2 സെഞ്ചുറി, സച്ചിൻ 2 സെഞ്ചുറിയെങ്കിലും അടിക്കാനുള്ള ചാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് 2. അപ്പോൾ R = 2 സെഞ്ചുറി അടിക്കാം. 2 മാത്രമാണോ? ചുരുങ്ങിയത് 2 എങ്കിലും. അപ്പോൾ 5 കളിയിൽ ചുരുങ്ങിയത് 2 കളികളിലെങ്കിലും സെഞ്ചുറി അടിക്കാനുള്ള ചാൻസ് എന്ന് പറയുമ്പോൾ 2 സെഞ്ചുറി ആവാം. അതേപോലെ തന്നെ എത്രയാവാം? 3 സെഞ്ചുറി അടിച്ചൂടെ? അതാവാം. അതേപോലെ തന്നെ എന്ത് ചെയ്യണം? 4 സെഞ്ചുറി ആവാം. അതേപോലെ തന്നെ എത്ര സെഞ്ചുറി ആവാം? R = 5. അപ്പോൾ 2 സെഞ്ചുറി ആവാം, 3 സെഞ്ചുറി ആവാം, 4 സെഞ്ചുറി ആവാം, 5 സെഞ്ചുറി ആവാം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? 4 എണ്ണത്തിൻ്റെ R = 2 കാൽക്കുലേറ്റ് ചെയ്യണം, 3ൻ്റെ പ്രോബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം, 4 സെഞ്ചുറി അടിക്കാനുള്ള പ്രോബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം, 5 സെഞ്ചുറി അടിക്കാനുള്ള പ്രോബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇത് നമുക്ക് ഈ 4 എണ്ണം ചെയ്യണം. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്കൊരു കാര്യം ചെയ്താൽ മതി. നമുക്കൊരു കാര്യം അറിയാം, അതായത് ടോട്ടൽ പ്രോബിലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കും. അതായത് R = 0, R = 1, R = 2, R = 3, R = 4, R = 5 അങ്ങനെ ഈ 6 കാര്യം, അതായത് 0 സെഞ്ചുറി അടിക്കാനുള്ളതിൻ്റെ പ്രോബിലിറ്റിയും 1 സെഞ്ചുറി അടിക്കാനുള്ളതിൻ്റെ പ്രോബിലിറ്റിയും 2 സെഞ്ചുറിയും 3 സെഞ്ചുറിയും 4 സെഞ്ചുറിയും 5 സെഞ്ചുറി അടിക്കാനുള്ളതിൻ്റെയും പ്രോബിലിറ്റി എന്ന് പറയുന്നത്, ടോട്ടൽ പ്രോബിലിറ്റി എന്ന് പറയുന്നത് = 1 ആണ്. അപ്പോൾ നമുക്ക് ഇതിന് പകരമായിട്ട് ഈ 4 എണ്ണം ചെയ്യുന്നതിന് പകരമായിട്ട് എന്ത് ചെയ്താൽ മതി? ടോട്ടൽ പ്രോബിലിറ്റി നമുക്കറിയാം എത്രയാണെന്ന് അറിയാം, 1 ആണെന്ന്. 1 മൈനസ് ഇതിൽ നിന്ന് ഇതിൻ്റെ പുറത്തേക്ക്, അതായത് 0 1 2 3 4 5 അതിൻ്റെ ടോട്ടലാണല്ലോ 1. അപ്പോൾ ഇതിൻ്റെ പുറത്തോട്ട് ഏതൊക്കെയുള്ളത്? 1 ഉണ്ട് 0 ഉണ്ട്. അപ്പോൾ അത് രണ്ടും മൈനസ് ചെയ്താൽ കിട്ടുന്നത് തന്നെയായിരിക്കും ഏതിൻ്റെ പ്രോബിലിറ്റി? ഈ പറയുന്നതിൻ്റെ പ്രോബിലിറ്റി. അപ്പോൾ എന്ത് ചെയ്താൽ മതി? P(r) = 0 പ്ലസ് P(r) = 1 ഇത് രണ്ടും അതിൽ നിന്ന് കുറച്ചാൽ കിട്ടുന്നതായിരിക്കും അതിൻ്റെ പ്രോബിലിറ്റി ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുക. അപ്പോൾ 1 മൈനസ് P(r) = 0 തൊട്ട് മുന്നേ ഉള്ളതിൽ നമ്മൾ ചെയ്തതാണ്. R = 0 അത് എത്രയായിരുന്നു? 0.13. ഇനി നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? R = 1 കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 5C1 1/3 ഇൻറ്റു 2/3 5C1 n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n-R ഫാക്ടോറിയൽ ഇൻറ്റു R ഫാക്ടോറിയൽ വെച്ച് ചെയ്താൽ മതി, നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ ഇത് അതിൻ്റെ ആൻസർ കിട്ടുക 5 ഇൻറ്റു 1/3 ഇൻറ്റു (1) ആയതുകൊണ്ട് അത് തന്നെ ആയിരിക്കും വരിക, മാറ്റമൊന്നും ഉണ്ടാവില്ല. 2⁴ എന്ന് പറയുമ്പോൾ 2 × 2 4, 4 × 2 8, 8 × 2 16 ഡിവൈഡഡ് ബൈ 3⁴ ആണ്. 3⁴ എന്ന് പറയുമ്പോൾ നമുക്ക് ലഭിക്കുക 81 ആയിരിക്കും. 5 ഇൻറ്റു അംശങ്ങൾ തമ്മിൽ ഗുണിക്കുക, 5 × 1 5, 5 × 16 എത്ര വരും? 80 ഡിവൈഡ് ബൈ 3 × 81 എത്ര വരും? 243. അപ്പോൾ 80 ഡിവൈഡ് ബൈ 243 അത് തന്നെയാണ് നമ്മുടെ ഒന്നാമത്തതിൻ്റെ ആൻസറും അത് തന്നെയായിരുന്നു. അത് എത്രയായിരുന്നു കിട്ടിയിരുന്നത്? +0.32 ആയിരുന്നു. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? 1 മൈനസ്
0.32 പ്ലസ് 0.13 എന്ന് പറയുമ്പോൾ 0.45 ചെയ്താൽ ഇനി ഒന്നിൽ നിന്ന് കുറച്ച് എത്രയായിരിക്കും 0.55 ആയിരിക്കും നമ്മുടെ ആൻസർ. അപ്പോൾ ഇനി എന്ത് ചെയ്താൽ മതി, ഇപ്പോൾ ഇനി ഇത് ഓരോന്ന് കണ്ടുങ്ങൾ ഇങ്ങനെയും കൂട്ടി നോക്കിയാലും നമുക്ക് കിട്ടുന്ന ആൻസർ എന്ത് തന്നെയായിരിക്കും, ഇത് തന്നെയായിരിക്കും നമുക്ക് ലഭിക്കുക. ഇനി നാലാമത്തെ എന്തായിരുന്നു, ഡീസികൾ. നാലാമത്തെ എന്തായിരുന്നു, അറ്റ്മോസ്റ്റ് ടു സെഞ്ചുറി. സച്ചിന് മാക്സിമം, അറ്റ്മോസ്റ്റ് എന്ന് പറയുമ്പോൾ കൂടിയാൽ എത്ര സെഞ്ചുറി അടിക്കാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 2 സെഞ്ചുറി അടിക്കാനുള്ളത്. കൂടിയാൽ എന്ന് പറയുമ്പോൾ 2ൽ കൂടാൻ പാടില്ല. അപ്പം 2ൽ കൂടാൻ പാടില്ല എന്ന് പറയുമ്പോൾ 3 ആവാൻ പാടില്ല, 4 ആവാൻ പാടില്ല, 5 ആവാൻ പാടില്ല. അപ്പോൾ എത്രയൊക്കെ ആവാം, 2 ആവാം, 1 ആവാം, 0 ആവാം. അതിൻ്റെ പ്രോബിലിറ്റി ഉണ്ടായാൽ മതി. അപ്പോൾ എന്തിൻ്റെയൊക്കെ പ്രോബിലിറ്റി ഉണ്ടായാൽ മതി, R = 1 കാണണം, R = 0 കാണണം, R = 1 കാണണം, അതേപോലെ തന്നെ R = 2 കാണണം. ഇത് മൂന്നും കൂടി ആഡ് ചെയ്താൽ കിട്ടുന്നതായിരിക്കും അതിൻ്റെ പ്രോബിലിറ്റി. അപ്പോൾ R = 0 നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. 0.13. R = 1 ഇപ്പോൾ തൊട്ട് മുന്നേ നമ്മൾ ചെയ്തു, അത് 0.32 ആയിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്. അതേപോലെ തന്നെ R = 2, അതും എത്ര തന്നെയായിരുന്നു, 0.32. ഇതൊക്കെ നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ആൻസറിലോട്ട് എത്തിയിട്ടുള്ളത്. ഇനി നോക്കുമ്പോൾ ആഡ് ചെയ്ത് നോക്കിയാൽ മതി. 0.64 പ്ലസ് 0.13, അപ്പോൾ 0.64 77 ആയിരിക്കും നമ്മുടെ എന്ത് ലഭിക്കുക, നമുക്ക് ആൻസറായിട്ട് ലഭിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീനും വേരിയൻസും ഉപയോഗിച്ചുകൊണ്ട് കണ്ടെത്താനുള്ളതാണ്. ഫോർ എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ മീൻ = 4 ആൻഡ് വേരിയൻസ് = 12/9. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് എന്നിൻ്റെ വാല്യൂ കണ്ടെത്തുക എന്നുള്ളതാണ്. എങ്ങനെയാണെന്ന് നോക്കാം. NP = 4, NPQ = 12/9. അങ്ങനെയാണെങ്കിൽ നമ്മളോട് എന്ത് പറഞ്ഞിട്ടുണ്ട്, വാല്യൂ ഓഫ് എന്നിൻ്റെ വാല്യൂ കണ്ടെത്തണം. അപ്പോൾ നമുക്ക് എങ്ങനെ എന്നിൻ്റെ വാല്യൂ കണ്ടെത്താൻ നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഇക്വേഷൻ, ഇതിൽ നിന്ന് നമുക്ക് ആദ്യം Q എങ്ങനെ കണ്ടെത്തുക. NPQ / NP = അതായത് NPനെ NP കൊണ്ട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് മാത്രമായിട്ട് മാറും, Q ആയിട്ട് മാറും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് Q കിട്ടും. അതെങ്ങനെയായിരുന്നു, 12/9 ഹരിക്കണം 4 ഇങ്ങനെയായിരുന്നല്ലോ. 4/1 ഇങ്ങനെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, കാരണം സെയിം തന്നെയാണ്. ഏത് സംഖ്യേൻ്റെ ഒന്നുകൊണ്ട് ഹരിച്ചാൽ ആ സംഖ്യ തന്നെ കിട്ടുക. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഇപ്പോൾ എന്തുണ്ട്, ഇതൊക്കെ ഒരു ഭിന്നസംഖ്യ തന്നെയാണ് അല്ലേ. അപ്പോൾ അടിയിൽ 1 ഛേദമായിട്ടുണ്ടാവും. ഇനി ഇതിൻ്റെ ഇപ്പോൾ നമുക്ക് ഈ NP വെട്ടി പോവുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, Qൻ്റെ വാല്യൂ കിട്ടും. ഇനി എന്ത് ചെയ്യണം, ഇതിൻ്റെ റെസിപ്രോക്കൽ വാല്യൂ എന്ത് ചെയ്യണം, കണ്ടെത്തണം. റെസിപ്രോക്കൽ വാല്യൂ 12/9 ഡിവിഷനാണ്. റെസിപ്രോക്കൽ എടുത്താൽ അല്ലേ, വ്യുൽക്രമം എടുത്താൽ എന്തായാലും മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും. അപ്പോൾ 1/4 അത് തിരിയും അല്ലേ, 1/4. എന്താ ചെയ്തിട്ടുള്ളത്, ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്തു. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ചിഹ്നം മാറി മൾട്ടിപ്ലിക്കേഷനായിട്ട് മാറി. അതേപോലെ തന്നെ ഇവിടുത്തെ സംഖ്യ എന്ത് ചെയ്യണം, തിരിക്കണം. 1/4. ഇനി നമുക്ക് നേരെ ഡയറക്റ്റ് ഗുണിച്ചാൽ മതി, അല്ലെങ്കിൽ ഇത് നേരെ ഡയറക്റ്റ് ആയിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ചെയ്തത്. 12 × 1 12 തന്നെ, 9 × 4 36. അപ്പോൾ എത്ര വരിക, 12/36 എന്ന് പറയുമ്പോൾ നമുക്ക് ചെറുതാക്കുകയാണെങ്കിൽ 1/3. Q നമുക്ക് കിട്ടി, എത്രയാണ്, 1/3 ആണ്. Q 1/3 എന്ന് കിട്ടി. Q 1/3 കിട്ടി, നമുക്ക് P കണ്ടെത്തി കൂടെ. എന്താണ് P എന്ന് പറയുന്നത്, എന്താണ് 1 - P ആയിരുന്നു Q. അപ്പോൾ P കണ്ടെത്താൻ ഇവിടെ എന്ത് ചെയ്താൽ മതി, 1 - Q. 1 - Q = P ആണ്. അപ്പോൾ നമുക്ക് 1 - 1/3 എന്ന് വെച്ചാൽ 2/3 ആണ് ഏതെന്ന് പറയുന്നത്, നമ്മുടെ P എന്ന് പറയാൻ സാധിക്കും. കാരണം P + Q എന്ന് പറയുന്നത് എത്രയായിരിക്കും, P + Q = എപ്പോഴും 1 ആണ്. അങ്ങനെയാണെങ്കിൽ Q അറിഞ്ഞാൽ അതിൽ നിന്ന് P കണ്ടെത്താം, P അറിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് എന്തും കണ്ടെത്താൻ സാധിക്കും, ഈ Qവും കണ്ടെത്താനായിട്ട് സാധിക്കും. പക്ഷെ നമുക്കിവിടെ ചോദ്യം നമ്മളോട് N കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഏതെങ്കിലും ഇക്വേഷനിൽ നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ NP = 4 ആണ് നമുക്കറിയാം, N ആണ് നമുക്കറിയാത്തത്. ഇപ്പോൾ P നമ്മൾ കണ്ടെത്തി, എത്രയായിരുന്നു, 2/3. N × 2/3 = 4. ഇനി എന്ത് ചെയ്യണം, നമുക്ക് ഈ 3നെ അപ്പുറത്തോട്ട് കൊണ്ടുപോയി. അപ്പോൾ ഇതിനപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ എങ്ങനെ കിട്ടിയുള്ളത്, 2N = 4 × 3 എന്ന് വെച്ചാൽ 12 കിട്ടി. 3നെ അപ്പുറത്തോട്ട് കൊണ്ടുപോയപ്പോൾ എങ്ങനെ കിട്ടി, 12 കിട്ടി അല്ലേ. അങ്ങനെയാണെങ്കിൽ N = 12/2 = 6. അപ്പം അങ്ങനെ നമുക്കതിന് ഇങ്ങനെയും ചോദ്യം വരാറുണ്ട്. NP തരും, അതേപോലെ തന്നെ NPQ തരും. നമുക്കറിയാം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ മീൻ എന്ന് പറയുന്നത് NP ആണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് √NPQ ആണ്. അങ്ങനെയാണെങ്കിൽ വേരിയൻസ് = NPQ ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനെ വെച്ചുകൊണ്ടും ചോദ്യം ചോദിക്കാറുണ്ട്.
ചെയ്ത് നോക്കണം. ഓക്കെ. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഫിറ്റിംഗ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതെങ്ങനെ നോക്കാം? ആദ്യം 4 സ്റ്റെപ്പായിട്ടാണ്. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഫൈൻഡ് ദ വാല്യൂ ഓഫ് എൻ, പി ആൻഡ് ക്യൂ. നമുക്കറിയാം എങ്ങനെയാണ് കണ്ടെത്തേണ്ടത്, ക്വസ്റ്റ്യനിലുണ്ടാവും. പിന്നെ എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂസ് ഓഫ് എൻ, പി ആൻഡ് ക്യൂ ഇൻ ദ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. അതിൻ്റെ വാല്യൂ ആ ഇക്വേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യണം. അതിനുശേഷം നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? അത് വെച്ചുകൊണ്ട് ഓരോ ആറിൻ്റെയും ഓരോ സക്സസിൻ്റെയും പ്രോബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ മൾട്ടിപ്ലൈ ഈച്ച് പ്രോബിലിറ്റി ബൈ ടോട്ടൽ ഫ്രീക്വൻസി. ടോട്ടൽ ഫ്രീക്വൻസി ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ടാവും. ആ ടോട്ടൽ ഫ്രീക്വൻസി കൊണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഓരോ പ്രോബിലിറ്റിയും മൾട്ടിപ്ലൈ ചെയ്താൽ അതായിരിക്കും നമ്മുടെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി. ഈ ഭാഗം മിക്കവാറും എക്സാമിന് ചോദിക്കാറുണ്ട്. സിമ്പിളായിട്ടുള്ളൊരു ഭാഗമാണ്. നമുക്കത് ഈസി ആയിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ചോദ്യം ഇതാണ്: 8 coins were tossed together for 256 times. Fit a binomial distribution getting heads. ഹെഡ്സ് കിട്ടാനുള്ളതിൻ്റെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. 256 തവണ എന്ത് ചെയ്തിട്ടുണ്ട്? 8 കോയിൻ എന്ത് ചെയ്തിട്ടുണ്ട്? ടോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫിറ്റിംഗ് ആണ് നമ്മളോട് നടത്താൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ മീനും കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്നും പിയും ക്യൂവും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? മീനും കാൽക്കുലേറ്റ് ചെയ്യാം, സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫിറ്റിങ്ങിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ആ 4 സ്റ്റെപ്പ് അനുസരിച്ച് അല്ലേ. ആദ്യം നമുക്കറിയുന്ന എൻ 8ആണ്, കാരണം 8 കോയിൻസാണ്. അപ്പോൾ എൻ ഇവിടെ എത്രയാണ്? 8 ഹെഡ്സാണ്. നമ്മൾ 8 കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് പരമാവധി കിട്ടുക. അപ്പോൾ എൻ 8 എടുക്കണം. പി എന്ന് പറയുമ്പോൾ അതെപ്പോഴും പിയും നമ്പർ ഓഫ് സക്സസും നമ്പർ ഓഫ് ഫെയിലിയറും. നമ്പർ ഓഫ് സക്സസ് പി എന്ന് പറയുമ്പോൾ ഹെഡ് കിട്ടാനുള്ള ചാൻസ് ഈക്വലാണ്, ടൈൽ കിട്ടാനുള്ള ചാൻസ് അത് ഈക്വലാണ്. ഇനി നമുക്ക് എന്തൊക്കെയാവാം? നമുക്ക് 8 ഔട്ട്കം ആണെന്ന് പറഞ്ഞാലും നമുക്ക് അതിൽ 0 ഹെഡ് ആവാം, 1 ഹെഡ് ആവാം, 2 ഹെഡ് ആവാം, 3, 4, 5, 6, 7, 8 അങ്ങനെയല്ലോ ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും പ്രോബിലിറ്റി 8 കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഈ 0 ഹെഡ് കിട്ടാനുള്ള ചാൻസ്, അങ്ങനെ ഓരോ ഹെഡിൻ്റെയും ആദ്യം പ്രോബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. അതിനെ നമ്മൾ എത്ര തവണയാണ് ഇത് കോയിൻ ടോസ് ചെയ്തത്? 256 തവണ. അപ്പോൾ അതിൻ്റെ നമ്മൾ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി, നമ്മൾ ഈ ടെസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എത്രയാണെന്നുള്ളത് എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുകയാണ്? നമ്മൾ ആദ്യം ഓരോന്നിൻ്റെയും പ്രോബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ. അപ്പോൾ R = ഇവിടെ 0 ആണ്, ഇവിടെ 1 ആണ്, 2 ആണ്, അങ്ങനെ ഓരോന്നിൻ്റെയും പ്രോബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. അതിനെ നമ്മൾ ടോട്ടൽ ഫ്രീക്വൻസി, ആ കിട്ടുന്ന നമ്മുടെ പ്രോബിലിറ്റിയെ ടോട്ടൽ ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതാണ് നമ്മൾ എന്തെന്ന് പറയാൻ സാധിക്കുക? എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി. അപ്പോൾ ആദ്യം ഞാൻ ഇക്വേഷൻ ഒന്നും എല്ലാം ഡയറക്റ്റായിട്ട് എഴുതി പോവാണ്. 8C0 ഇൻറ്റു പി നമുക്കറിയാം 1/2 റൈസ് ടു R. R എന്ന് പറയുമ്പോൾ ഇവിടെ 0 ആണ്. ഇൻറ്റു ക്യൂ അതും നമുക്കറിയാം 1/2 റൈസ് ടു n-r. n 8 ആണ്, R 0 ആണ്. അപ്പോൾ n-r എന്ന് പറയുമ്പോൾ 8 തന്നെ. അപ്പോൾ നോക്കുമ്പോൾ 800 നമുക്കറിയാം അത് 1 ആണ്. ദെൻ 1/2 റൈസ് ടു 0 അതും 1 തന്നെയാണ്. അപ്പോൾ 0 ആവുന്നില്ല. ഇൻറ്റു 1നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ 1 തന്നെയാവും അല്ലേ. ഇനി 2നെ 8 വട്ടം ഗുണിക്കണം. 2നെ 8 വട്ടം ഗുണിച്ച് നോക്കുക, നമുക്ക് ലഭിക്കുക ഇതായിരിക്കും 1/256. അതിനെന്ത് ചെയ്യേണ്ടതില്ല, അത് പിന്നെ സോൾവ് ചെയ്യേണ്ട കാര്യമില്ല, അത് അങ്ങനെ തന്നെ എഴുതിയാൽ മതി 1/256. ഇനി അടുത്ത കാണാം 8C1 ഇൻറ്റു 1/2 റൈസ് ടു R 1 ആണ്, ഇൻറ്റു 1/2 റൈസ് ടു n-r. n 8 ആണ്, R 1 ആണ്. അപ്പോൾ 8 - 1 7 വരും. 8C1 എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക, n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n-r ഫാക്ടോറിയൽ ഇൻറ്റു R ഫാക്ടോറിയൽ ചെയ്ത് നോക്കുമ്പോൾ ആൻസർ വരും. നമ്മൾ ചെയ്തതാണ്, അതുകൊണ്ട് ഇനി ആവർത്തിക്കണില്ല. ഇവിടെ 8 ആണ്, ഇൻറ്റു 1/2 അതേപോലെ തന്നെ എഴുതുക, ഇൻറ്റു 1/2 ഇൻറ്റു 7 എന്ന് പറയുമ്പോൾ 128 വരും. അംശങ്ങൾ തമ്മിൽ ഗുണിക്കുക, ഛേദങ്ങൾ തമ്മിൽ ഗുണിക്കുക. അപ്പോൾ 8/2 ഇൻറ്റു 128 256. അതേപോലെ തന്നെ 8C2 ഇൻറ്റു 1/2 റൈസ് ടു 2 ഇൻറ്റു 1/2 റൈസ് ടു 6. രണ്ടിനും വേണം, നമ്മൾ ശ്രദ്ധിക്കണം. 8C2 എന്ന് പറയുമ്പോൾ നമുക്ക് ലഭിക്കുക, ചെയ്ത് നോക്കുക, അപ്പോൾ നമുക്ക് ലഭിക്കുക 28 ആണ് ലഭിക്കുക. ഇൻറ്റു 1/2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 ആണ്, ഇൻറ്റു 1/2 റൈസ് ടു 6 എന്ന് പറയുമ്പോൾ നമുക്ക് ലഭിക്കുക 64 ആണ്. അപ്പോൾ നോക്കുക, അംശങ്ങൾ തമ്മിൽ ഗുണിക്കുമ്പോൾ 28 ഡിവൈഡഡ് ബൈ 256. ഇനി അടുത്ത് നോക്കണം,
8c3 ഇൻറ്റു 1/2 ഇൻറ്റു 1/2. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ച് നോക്കുക, ഇവിടെ ഈ റേസ് ടു കൂട്ടിയ മാക്സിമം 8 വരിക. ഇവിടെ 2 + 6 8, ഇവിടെ 3 ആണെങ്കിൽ അപ്പോൾ ഇവിടെ എത്ര വരിക? 5 ആയിരിക്കും വരിക. ഇനി നമുക്ക് മനസ്സിലാവും അതൊക്കെ. ഇനി 8c3 എന്ന് പറയുമ്പോൾ ചെയ്ത് നോക്കണം. 56 ആണ് കിട്ടുക ഇൻറ്റു 1/2 എന്ന് പറയുമ്പോൾ 8 ആണ് ഇൻറ്റു 1/32, അതായത് 2/5 32 ലഭിക്കുക. അപ്പോൾ ഇവിടെയും ചെയ്ത് നോക്കുമ്പോൾ 56/32 × 200. നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, നമുക്കിനി എപ്പോഴും ഛേദം, അതായത് നമ്മുടെ ഡിനോമിനേറ്റർ എപ്പോഴും എത്ര തന്നെയായിരിക്കും? 286 ആയിരിക്കും വരിക. അതിൽ യാതൊരു മാറ്റവും വരില്ല. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. 8c4 ഇൻറ്റു 1/2 ഇൻറ്റു 1/2 8c4 നമുക്ക് ലഭിക്കുക 70 ആണ്. ചെയ്ത് നോക്കണം കേട്ടോ. ഇൻറ്റു 1/4 എന്ന് പറയുമ്പോൾ നമുക്ക് 16 ലഭിക്കുക ഇൻറ്റു 1/2 എന്ന് പറയുമ്പോൾ 16. അപ്പോൾ ഇവിടെയും 70/286. ദെൻ നെക്സ്റ്റ് 8c5 ആണ്. 8c5 ഇൻറ്റു 1/2 എത്ര വരും? 5 വരും. അപ്പോൾ അവിടെ കുറയും, 1/2 ആവും അല്ലേ. 8c5 നമുക്ക് ലഭിക്കുക എത്രയായിരിക്കും? 8c5 നമുക്ക് ലഭിക്കുക വീണ്ടും 56 തന്നെയായിരിക്കും അത് ലഭിക്കുക. നോക്കുക, ഇൻറ്റു 1/2 2/5 എന്ന് പറയുമ്പോൾ എത്ര വരിക? 32 വരും. ഇൻറ്റു 1/2 എന്ന് പറയുമ്പോൾ എത്ര വരുള്ളൂ? 2/3 അല്ലേ. 2/3 എത്ര വരുള്ളൂ? 8 വരുള്ളൂ. അപ്പോൾ നോക്കുമ്പോൾ 56/286. 866 1/2 ഇൻറ്റു 1/2 വരിക 28 ഇൻറ്റു 1/2 അല്ലേ. അപ്പോൾ 64 ഇൻറ്റു 1/4 28/286. 8c7 ഇൻറ്റു 1/2 ഇൻറ്റു 1/2 8 ഇൻറ്റു 1/128 ഇൻറ്റു 1/2 8/256. 8c8 ഇൻറ്റു 1/2 ഇൻറ്റു 1/2 0. 8c8 എന്ന് പറയുമ്പോൾ എത്ര തന്നെ? 1 ആയിരിക്കും ലഭിക്കുക. ഇൻറ്റു 1/2 പറയുമ്പോൾ 1/256 ഇൻറ്റു 1 വരും. അപ്പോൾ 1/256. ഇനി എന്ത് ചെയ്യണം? അപ്പോൾ നമ്മൾ ഓരോന്നിൻ്റെയും പ്രോബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി ആ കിട്ടിയിരിക്കുന്ന പ്രോബിലിറ്റി പി ഓഫ് ആറിന്, അതായത് പ്രോബിലിറ്റിയെ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. n എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 286. അപ്പോൾ 1/256 ഇൻറ്റു 256. 286 കിട്ടിയാൽ എത്ര വരിക? 1 വരിക. അടുത്ത് 8/256 ഇൻറ്റു 256. അവിടെ എത്ര വരിക? 8 വരിക. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ എന്ത് കിട്ടും? ഈ ഡിനോമിനേറ്ററും അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? 286 നമ്മൾ ക്യാൻസലായി പോയാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന അംശമായിരിക്കും നമ്മൾ എന്തെന്ന് പറയുന്നത്? നമ്മുടെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി. അപ്പോൾ 1, 8, 28, 56, 70, 56, 28, 8, 1. ഇനി നമ്മളിത് ശരിയാണോ എന്ന് എങ്ങനെ പരിശോധിക്കണം? ശരിയാവണമെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി തന്നെ ആയിരിക്കണം നമ്മുടെ എന്തെന്ന് പറയുന്നത്? നമ്മുടെ ടോട്ടൽ ഫ്രീക്വൻസി. അപ്പോൾ ഒന്ന് ആഡ് ചെയ്ത് നോക്കുക അത് തന്നെയാണോ കിട്ടുന്നതെന്ന്. അപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ നമുക്ക് പറയാം അതെന്താണ്, ഇത് നമ്മുടെ ചെയ്ത കാര്യങ്ങളൊക്കെ ശരിയാണ്. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ഫിറ്റ് ചെയ്യാൻ സാധിക്കുക. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഭാഗമാണ്. നമുക്ക് 3 കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. n അറിയണം, p അറിയണം, q അറിയണം. ഇത് 3 അറിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അത് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. മെയിനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കൂടി കാൽക്കുലേറ്റ് ചെയ്യണം. അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. മെയിൻ എന്ന് പറയുന്നത് =NP ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ √NP ആണ്. n എന്ന് പറയുമ്പോൾ 8 ആയിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ 8 ഇൻറ്റു p 1/2 ഇൻറ്റു 1/2. അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കണ്ടെത്താവുന്നതാണ്. ഓക്കെ. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. അപ്പോൾ നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടതിന് നന്ദി. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. ഓക്കെ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.